എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതൊക്കെ നോക്കി നടക്കുക തന്നെ, പുറത്തേക്ക് എവിടെയും പോകാൻ പറ്റില്ലല്ലോ. അതെ അല്ലേ. അപ്പം അങ്ങനെ നമ്മുടെ സമയം പോക്കൊക്കെ ഇത് തന്നെ. ഇവിടെ ആകുമ്പോൾ ആരും അടുത്ത് വരില്ല, നമുക്കങ്ങനെ ജീവിച്ച് പോവാം. പയറോ എന്തെങ്കിലുമൊക്കെ കുത്തിയിട്ട് അതെങ്കിലും ആയില്ലേ 2 മാസം കഴിക്കാനുള്ളതെങ്കിലും കിട്ടും. വീട്ടിൽ തന്നെ ഇരിക്കാം, വേറെ ഒരു പരിപാടിയില്ല. അപ്പോൾ വർക്കും കാര്യങ്ങൾ ഓൺലൈനിൽ ഫുള്ളും ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും. പിന്നെ എക്സാം ഓൺലൈനിൽ തന്നെ വയ്ക്കും. രാവിലെ ഇരുന്നാൽ വൈകുന്നേരം വരെ പണി, പിന്നെ വൈകുന്നേരം ഫ്രീ ആണ്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ മെയിനായി ഉദ്ദേശിക്കുന്നത് ഈ കണ്ടങ്കോട് എന്ന് പറഞ്ഞ ഈ പേരെങ്ങനെ കറക്റ്റ് സ്ഥലത്തിന് ഉണ്ടായത്, പിന്നെ നമ്മുടെ ശരി ഇതിന് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട്. ഓക്കെ. കണ്ടങ്കോട് പറയുമ്പോൾ നമ്മളിവിടെ വന്നിട്ട് 10-25 വർഷത്തിന് മുകളിലായി. അപ്പോൾ നമ്മൾ ഈ വരുന്ന സമയത്ത് ഈ ചെറിയ കുട്ടികളായിരുന്നല്ലോ. അപ്പോൾ ഇവിടുത്തെ മുത്തശ്ശിമാരൊക്കെ ഓരോ കഥകൾ പറഞ്ഞു തന്നിട്ട് അങ്ങനെ എനിക്ക് അറിഞ്ഞൊരു ഇതാണ്. ഇവിടെ കണ്ടമുത്തൻ പറഞ്ഞിട്ട് ഒരു കാവൽ ദൈവമുണ്ട്. അവിടെ മെയിനായിട്ട് ഇവിടെ എല്ലാവരും ആ ദൈവത്തിനാണ് നമുക്ക് വർഷത്തിലൊക്കെ ആടോ കോഴിയോ ഒക്കെ അറുത്തിട്ട് പൂജ കഴിക്കുക. അപ്പോൾ ആകെ അങ്ങനെയൊക്കെ തുറക്കുള്ളൂ ഈ അമ്പലം. അപ്പോൾ ഈ പൊതുവേ ദിവസം തുറക്കുന്ന അമ്പലങ്ങളും വർഷത്തിലൊരിക്കൽ തുറക്കുന്ന അമ്പലങ്ങൾക്കും വ്യത്യാസമുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഈ കണ്ടമുത്തം പറഞ്ഞ സംഭവം അമ്പലം വർഷത്തിലൊരിക്കലേ തുറക്കും. മാക്സിമം 2 പ്രാവശ്യം, അങ്ങനെ ഇടവ മാസം പിന്നെ കർക്കിടക മാസം അങ്ങനെയൊക്കെ തുറക്കുള്ളൂ. അതെ. അപ്പോൾ കോഴി അങ്ങനെ പൂജ കഴിക്കുന്ന സമയത്ത് എന്താ പറയുക, എല്ലാവരും കൂടെ ഒന്നിച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ പണ്ട് കാലത്ത് ഒരുപാട് ദുർമരണങ്ങളും പിന്നെ ഈ മറ്റേ ഗർഭസ്ത്രീകൾ മരണപ്പെടുക അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ദുർമരണങ്ങൾ ഒരുപാട് സംഭവിക്കുമ്പോൾ കാവൽ ദൈവമായിട്ടൊരു ദൈവത്തിനെ വിശ്വാസമാക്കിയിട്ട് അങ്ങനെ പ്രതിഷ്ഠിച്ചു. അപ്പോൾ കണ്ടമുത്തൻ നമ്മൾ ഈ നാട്ടുകാർ തന്നെ ആയിട്ടാണ് ഈ കൊണ്ടുവന്നത്. അതെ അതെ. സ്വയംഭൂവോ അങ്ങനെ ഒറിജിൻ അങ്ങനെ ഇൻബോൺ ആയിട്ട് വന്ന ദൈവങ്ങളല്ല, സ്വയംഭൂ ലിംഗങ്ങളല്ല, നാട്ടുകാർ തന്നെ പ്രതിഷ്ഠിച്ചതാണ്. അപ്പോൾ കണ്ടമുത്തൻ ഉള്ളതുകൊണ്ട് അങ്ങനെ കണ്ടങ്കോട് എന്ന് പറഞ്ഞിട്ട് പേര് വന്നതാണ്. അതാണ് മെയിൻ റീസൺ, അതാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓക്കെ. അപ്പോൾ അതാണ് ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ ജീവിത ആധാരം എന്ന് പറയുന്നത് കൃഷി മാത്രമേ ഉള്ളൂ. അതെ, വേറെ ഇപ്പോൾ ജീവിക്കാൻ അങ്ങനെ കച്ചവടം ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന സ്ഥലമൊന്നുമല്ല. ഐസൊലേറ്റഡ് ആയ പ്ലേസാണ്. നമുക്ക് ടൈമിന് മാത്രമേ ബസ് ഉണ്ടാവുള്ളൂ ടൗണിൽ നിന്ന്.
പിന്നെ അത്യാവശ്യം കൊടുമ്പ് പറയുന്ന സ്ഥലം ഒരു 4 കിലോമീറ്റർ ശോകനാശിനി പുഴയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ അവിടെ നിന്ന് നമുക്ക് ബസ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ കൃഷി മാത്രമേ ഉള്ളൂ. കണ്ടങ്കോട് ഓലശ്ശേരി ഭാഗത്ത് കൃഷി തന്നെയാണ് മെയിനായിട്ട്. അപ്പോൾ ഈ കൊറോണ കാലത്ത് നമുക്ക് ലോക്ക്ഡൗൺ ആണെന്ന് തോന്നണേ ഇല്ല. കാരണം നമുക്ക് കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം രാവിലെ എണീറ്റാൽ കുറച്ച് നേരം പാടത്ത് വന്ന് എന്തെങ്കിലും കളിക്കാനോ വല്ല പപ്പഴ പറഞ്ഞ വല്ല പയറോ വെണ്ടയ്ക്കോ എന്തെങ്കിലും കുത്തിയിടാനോ അങ്ങനെ വല്ല സമയം ഉണ്ടാവും. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ അതിന് വളം ഇടണം, അങ്ങനത്തെ ഓരോ പണികൾ. അത് കാരണം ലോക്ക്ഡൗൺ ആണ്, നമ്മളങ്ങനെ പെട്ടുപോയി അങ്ങനെ ഒന്നുമില്ല. പിന്നെ ജീവിക്കാനുള്ള അത്യാവശ്യ സാധനങ്ങളും കടകളിൽ അത്യാവശ്യം കിട്ടണമുണ്ട്. അത് നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്ത് അത്യാവശ്യം പുറത്ത് പോകുമ്പോൾ മാസ്ക് ഒക്കെ ഇട്ട് പോയി വാങ്ങിച്ചാൽ പ്രശ്നം കഴിഞ്ഞു. അതാണ് കൃഷിയാണ് ഇവിടുത്തെ മെയിൻ ജീവിതാധാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ 5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ വേറെ വല്ലതും നമുക്ക്, അതായത് പുറത്തുനിന്ന് ഒരാൾ വരികയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റിയ സ്ഥലങ്ങൾ അങ്ങനെ അത് പുറത്തുനിന്ന് വരികയാണെങ്കിൽ നമ്മുടെ ഈ വിനീത് ശ്രീനിവാസൻ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടല്ലോ, ശരിക്കും കേരളത്തിൻ്റെ കാഴ്ചകൾ കാണണം എന്ന് പറഞ്ഞാൽ കൊടുവായൂർ, ഷൊർണൂർ ആ ഭാഗത്തേക്ക് പോകണമെന്ന്. ഇവിടെ നിന്ന് ജസ്റ്റ് കൊടുവായൂർ പറയുന്ന പ്ലേസ് ആകെ 3-4 കിലോമീറ്ററേ ഉള്ളൂ. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ മെയിൻ എന്താ പറയുക ആകർഷിതമായ സ്ഥലം എന്ന് പറഞ്ഞാൽ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറഞ്ഞ നോവൽ എഴുതി OV വിജയൻ്റെ സ്മാരകമുണ്ട്. പിന്നെ ഖസാക്ക് എന്ന് പറയുന്നത് നമ്മളിതാ ഈ കാണുന്ന സ്ഥലം തന്നെയാണ്. അവിടെ ആ വീടും കാണുകളൊക്കെ കാണാനുണ്ട്, അവിടെ തന്നെയാണ് ഖസാക്ക്. അത് ബേസ് ചെയ്തിട്ട് തന്നെയാണ് അവിടുത്തെ ജനങ്ങളുടെ ജീവിതാധാരം ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറഞ്ഞ നോവൽ OV വിജയൻ എഴുതിയത്. ഇപ്പോൾ സ്മാരകമുണ്ട്, മെമ്മോറിയൽസ് ഉണ്ട്, കുറേ ഫോറിനേഴ്സൊക്കെ വന്ന് പോകണതാണ് അവിടെ. ജസ്റ്റ് ഇവിടുന്ന് 1/2 കിലോമീറ്ററേ ഉള്ളൂ അവിടേക്ക്. പിന്നെ രണ്ടാമത് ഇപ്പുറത്തെ സൈഡാണ്, ബാക്ക് സൈഡ് നമുക്കൊരു 1/2 കിലോമീറ്റേഴ്സ് പോയി കഴിഞ്ഞാൽ കൈരളി റിസോർട്ടുണ്ട്. റിസോർട്ട് പിന്നെ ശാന്തിഗിരി ആശ്രമം, മെഡിറ്റേഷനൊക്കെ പറ്റിയ സ്ഥലമാണ്. അല്ലെങ്കിൽ തന്നെ ഇവിടെ തന്നെ നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാം. നല്ല പീസ്ഫുള്ളായ സ്ഥലം, സൈലൻ്റ് ആയിരിക്കും. അവിടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റാണ് അവിടെ, അടിപൊളി സ്ഥലമാണ്. പിന്നെ നമ്മുടെ ശോകനാശിനി പുഴ കൊടുമ്പിലുള്ളത്, അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ പ്ലേസ് എന്ന് പറയുന്നത്. ഇതാണ് കുറേ പേര് മറ്റേ വെഡിങ്, പ്രീ വെഡിങ്ങും പോസ്റ്റ് വെഡിങ്ങും ഷൂട്ടൊക്കെ പിന്നെ ഫോട്ടോഷൂട്ടും എല്ലാം എടുക്കും. പിന്നെ നമ്മളിതിന് മുമ്പ് അവിടെ നിന്ന് സംസാരിച്ചില്ലേ, അപ്പോൾ അവിടുത്തെ ആ വരമ്പിലാണ് മമ്മൂട്ടി ഖസാക്കിൻ്റെ ഇതിഹാസം കാണാൻ വന്നിട്ട് ഒരുക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ മനോരമ ഓൺലൈനിൽ നിന്ന് വന്നിട്ട് മറ്റേ ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മമ്മൂട്ടിൻ്റെ ഒരു ക്യാമറ, ഇത്ര ലെൻസ് നീളത്തിലുള്ള ഒരു ക്യാമറ പിടിച്ച് നിൽക്കുന്ന ഒരു സ്റ്റില്ല് കാണാം. അത് ഇതാ വരമ്പിൽ നിന്ന് എടുത്ത സ്റ്റില്ലാണ്. അപ്പോൾ കുറേ സെലിബ്രിറ്റീസൊക്കെ വന്ന് പോകുന്നുണ്ട്. നമുക്കറിയില്ല എപ്പോഴാണ് വരുന്നത് പോകണമെന്നൊന്നും. അടിപൊളി സ്ഥലമാണ്.